പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ആരാധിക്കാനായി സഭയെ പ്രാപ്തമാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. പരിശുദ്ധാത്മാവാണ് ഒരു സഭയെ, ഒരു ജനത്തെ, ഒരു സമൂഹത്തെ, ഒരു വ്യക്തിയെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാനായി എല്ലാ അനുകൂല വഴികളും ഒരുക്കി നൽകുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ മക്കളെല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ദൈവാത്മാവ് നയിക്കുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളുമാണ്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മൾ നയിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മോട് കൂടെയുള്ള സഹായകനായി, എല്ലാ മേഖലകളിലും നമ്മോട് ഇടപെടുന്ന പ്രിയ സഖിയായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട് എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ നമസ്കരിക്കുക എന്നതും. ദൈവത്തെ ആരാധിക്കുക എന്നത് അടിസ്ഥാനപരമായുള്ള ഒരു പ്രമാണമാണ്. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ മക്കളിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വിശ്വസ്തരായി ദൈവത്തെ നമ്മൾ ആരാധിക്കണം. എന്നാൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആരാധിക്കുന്നതിന് പല രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. രണ്ട് രീതിയിലുള്ള തടസ്സങ്ങളാണ് ഒരു മനുഷ്യന് ആരാധനയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. ഒന്ന്, ശാരീരികമായുള്ള തടസ്സങ്ങൾ കാരണം പലർക്കും ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വളരെ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവരും വർഷങ്ങളോളം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നവരും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ആലയത്തോട് ചേർന്ന് ആരാധിക്കാനായി അവർ വന്നിരുന്നു. ആ ആരാധനയ്ക്കുള്ള കൂടിവരവിന് ശാരീരിക അസ്വസ്ഥതകൾ ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കാതെ വണ്ണം അവരെ മുന്നോട്ട് നയിച്ചതിന് കാരണമായത് പരിശുദ്ധാത്മാവ് നൽകിയ പ്രചോദനമായിരുന്നു. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ ഓർക്കേണ്ടത്, നമുക്കൊത്തിരി തടസ്സങ്ങൾ വരും. അത് ശാരീരികമായിട്ടുള്ളതായിരിക്കാം. എങ്കിലും അതിൻ്റെ പേരിൽ ദൈവ ആരാധനകളിൽ നമ്മൾ മുടക്കം വരുത്താതിരിക്കാനായി ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഹോസ്പിറ്റലൈസ്ഡോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കിടരോഗിയായി പോയാൽ, ഈ രണ്ട് ഓപ്ഷൻസിൽ ഒഴികെ മറ്റെല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമുക്ക് നൽകുന്ന ആയുസ്സിൽ ദൈവത്തെ ആരാധിക്കാനായി നമ്മൾ താല്പര്യം കാണിക്കണം. അതിന് ഒരു ശക്തി പകരുന്നത് പരിശുദ്ധാത്മാവാണ്. പലരും ജീവിത അനുഭവങ്ങൾ പങ്കുവെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു, എന്നാൽ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആ ക്ഷീണം അറിയാനായി സാധിക്കുന്നില്ല എന്ന്. എവിടെ പോയി ആ ക്ഷീണവും ആ വേദനയും ഒക്കെ? അതിൻ്റെ അർത്ഥം ആരാധനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശാരീരികമായുള്ള പല പ്രയാസങ്ങളെയും മാറ്റുന്നതാണ്. ആരാധനകൾ ശാരീരികമായ അസുഖങ്ങളിൽ നിന്ന് സൗഖ്യദായകമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകരുന്നതാണ്. അതിന് നമ്മളെ പ്രചോദിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. രണ്ടാമത്, ആത്മീകവും ഭൗതികവുമായ മേഖലകളിൽ നമുക്കുണ്ടാകുന്ന ചില വിശ്വാസ തകർച്ചകളുണ്ട്. ഈ വിശ്വാസ തകർച്ചകൾ ആരാധനകളിൽ നിന്ന് നമ്മളെ പിറകിലോട്ട് നയിക്കും, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ പതിയെ പിന്നിലേക്ക് നയിക്കും. വിശ്വാസപരമായ തകർച്ചകൾ. രണ്ടാമത്, ദൈവവചനത്തോട് ഉള്ള സ്നേഹം കുറവ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള താല്പര്യങ്ങൾ നമ്മൾ കുറഞ്ഞു വരാറുണ്ട്. അങ്ങനെ നമ്മൾ താല്പര്യം കുറഞ്ഞു വരുമ്പോൾ അവിടെ നമ്മളുടെ ശാരീരികമായിട്ടുള്ള വളർച്ച ഒരുപക്ഷെ മുന്നോട്ട് പോകുമെങ്കിലും ആത്മീക മനുഷ്യൻ ദുർബലമായിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകും, എന്നാൽ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള കരുത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കേണ്ടത്, ഏത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആഗ്രഹിച്ച് ദൈവത്തോടുള്ള ആരാധനകളിലും ദൈവത്തോടുള്ള കൂട്ടായ്മകളിലും പരമാവധി ചേർന്ന് വരുന്നതിന് നമ്മൾ ഒരു അവസരവും പാഴാക്കി കളയരുത് എന്നത് അടിസ്ഥാനപരമായ ഒരു സത്യമാണ്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവരെല്ലാം ആ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവാണ് നമ്മെ എല്ലാത്തിനും സഹായിക്കുന്നത് എന്നതാണ്.
അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആരാധനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കുകയും ദൈവത്തിൻ്റെ മക്കളെ അതിലൂടെ അനുഗ്രഹിക്കുകയും ചെയ്യും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വചനം നമ്മൾ ഇന്ന് പാഠഭാഗമായി വായിച്ചു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 13-ാം വചനം നമ്മോടുള്ള ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രചോദനമാണ് അതിലുള്ളത്. ഒന്ന് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: കർത്താവിന് പ്രിയപ്പെട്ടവരായ സഹോദരങ്ങളെ. കർത്താവിന് പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാനായി വിളിക്കപ്പെട്ട എല്ലാവരെയും കുറിച്ച് പറയുന്ന ഒരു അടിസ്ഥാനപരമായ വാക്കാണ് കർത്താവിന് പ്രിയപ്പെട്ടവർ. ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ എനിക്ക് പ്രിയ ജനം എന്നതാണ്. നിങ്ങൾ എനിക്ക് പ്രിയജനം അല്ലെങ്കിൽ സ്വന്തം ജനം. എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറിയത്? അവർ ദൈവത്തെ ആരാധിക്കാനായി താല്പര്യം കാട്ടിയത് കൊണ്ടാണ്. ഇവിടെ പറയുന്നത് എനിക്ക് പ്രിയപ്പെട്ടവരായ സഹോദരന്മാരെ. അതിനാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ ആരാധിക്കാനായി, ദൈവത്തെ ആരാധിക്കാനായി വിളിക്കപ്പെട്ടവരെ. എന്നിട്ട് പറയുന്നു ദൈവം നിങ്ങളെ ആദി മുതൽ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമാണ്. ഒന്ന്, ഈ ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ. 2, നിങ്ങൾ ഈ ഭൂമിയിൽ ഉരുവായ നിമിഷം മുതൽ. അതാണ് ആദിയിൽ എന്ന് പറഞ്ഞാൽ. ഒന്ന്, ഈ ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നു. 2, നമ്മളുടെ അമ്മമാരുടെ ഉദരങ്ങളിൽ ഉരുവാകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതാണ് ആദി മുതൽ എന്ന് പറഞ്ഞാൽ. ഇതിന് പറയുന്ന പേരാണ് ജീവശ്വാസം. ജീവശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഏതിൻ്റെ ശ്വാസമാണ്? പരിശുദ്ധാത്മാവാണ് ജീവശ്വാസത്തിൻ്റെ ആത്മാവായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു നമ്മളോട് പറയുന്നത് ആദി മുതൽ ആദി മനുഷ്യൻ്റെ മേൽ ജീവശ്വാസം ഊതി എന്നതിനാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് നൽകി എന്നതാണ്. ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഉദരത്തിലും ജീവിതത്തിലും ശരീരത്തിലും നിൽക്കുന്നത് ഈ ജീവശ്വാസമാണ്. അങ്ങനെ ആദ്യം മുതൽ, ലോകത്തിൻ്റെ ആദ്യം മുതൽ, ജീവിതത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നതിൻ്റെ ആദ്യ നിമിഷം മുതൽ ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചത്? ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ആത്മാവ് മലിനമാക്കപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ ലോകമുണ്ടാക്കിയത് മുതൽ അവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതുപോലെ നമ്മുടെ അമ്മമാരുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് വേണ്ടിയുള്ള സമയം തുടങ്ങിയത് മുതലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിറഞ്ഞുകൊണ്ടിരുന്നു. ഓർമ്മയുണ്ടല്ലോ, നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ അറിഞ്ഞെന്ന് വായിച്ച സങ്കീർത്തനത്തിലുണ്ട്. നമ്മളൊരു ഭ്രൂണമായിരുന്നപ്പോൾ പോലും ദൈവം നമ്മളെ അറിഞ്ഞു, ജീവശ്വാസം നമ്മുടെ ഉള്ളിൽ ഊതി നമ്മൾ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ദൈവാത്മാവിനാൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. ഇത്രയും പിടി കിട്ടിയല്ലോ. എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചത്? വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചത്. എന്നാൽ ഈ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് സ്വന്തം കഴിവിൽ ഒരിക്കലും നടക്കുന്ന കാര്യമേ അല്ല. അതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും വരങ്ങളും നമുക്ക് നൽകും. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ തെറ്റുകൾ വരും, പാപങ്ങൾ വരും, അഴുക്ക് പുലരും, അശുദ്ധി വരും. എന്നാൽ ഈ അശുദ്ധിയിൽ നിന്ന് തിരിച്ച് നമ്മളെ റിട്ടേൺ ചെയ്ത് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിലൂടെയുള്ള ആരാധനയാണ്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, എങ്കിലും ബാക്കി കാര്യം വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. പരിശുദ്ധാത്മാവാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ആദ്യം മുതൽ ഈ ലോകത്തിൽ നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നത് ഈ വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പല രീതിയിൽ അശുദ്ധമാക്കപ്പെടും. എങ്ങനെയൊക്കെയാണ് നമ്മൾ അശുദ്ധമാക്കപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെവി നമ്മളെ അശുദ്ധമാക്കും, നമ്മുടെ കണ്ണുകൊണ്ടുള്ള കാഴ്ചകൾ നമ്മളെ അശുദ്ധമാക്കും, നമ്മുടെ അധരങ്ങൾ നമ്മളെ അശുദ്ധമാക്കും, നമ്മുടെ ശരീരം നമ്മളെ അശുദ്ധമാക്കും. ചുരുക്കി പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങളും നമ്മളെ അശുദ്ധമാക്കും. എന്നാൽ ഈ 5 ഇന്ദ്രിയങ്ങൾ ദൈവത്തിന് വിശുദ്ധമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.
എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് ഒരു വചനം നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിങ്ങൾ എനിക്ക് സമർപ്പിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങളെയും നമ്മൾ ഇന്നു മുതൽ ദൈവസന്നിധിയിൽ വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കണം. എങ്ങനെ സമർപ്പിക്കാൻ പറ്റും? ഒന്നാമത് നമ്മുടെ കണ്ണിനെ കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ കണ്ണുകൊണ്ട് ദൈവികമായ ദർശനങ്ങളെ കാണാൻ എന്നെ സഹായിക്കണമേ. അങ്ങയെ കാണാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കണ്ണുകൊണ്ട് വചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ നമ്മുടെ കണ്ണ് എന്തായിട്ട് മാറും? കണ്ണ് ലോകത്തിൻ്റെ കാഴ്ചകളിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ വചനങ്ങളിൽ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അത് കാണാൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കണ്ണ് വിശുദ്ധിയുള്ള ഒരു അവയവമായിട്ട് മാറി. 2, നമ്മുടെ ചെവി ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ കേൾക്കുന്നത് ചെവി കൊണ്ടാണ്. ഇതേ ചെവി കൊണ്ട് നമ്മൾ എന്തിനെ കേൾക്കണം? ദൈവ ശബ്ദം കേൾക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കണം, പാട്ടുകൾ കേൾക്കണം. അങ്ങനെ കേട്ട് വരുമ്പോൾ നമ്മുടെ ചെവി എങ്ങനെയുള്ളതായിട്ട് മാറും? അശുദ്ധി മാറി അതിനുള്ളിൽ വിശുദ്ധി നിറയും. മനസ്സിലായോ? കണ്ണിൽ എങ്ങനെ വിശുദ്ധി നിറയും? ചെവിയിൽ എങ്ങനെ അശുദ്ധി മാറി വിശുദ്ധി നിറയും? അധരങ്ങൾ കൊണ്ട് നമ്മൾ പലതും പറയും. എന്നാൽ അത് പറയുന്ന സമയത്ത് അധരങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് പറയാനായി ശീലിക്കണം? അധരങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ പറയണം. അതാ പറയുന്നത്, വിശുദ്ധന്മാർക്ക് ഉചിതമെന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും സ്തോത്രമെന്ന യാഗം എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ അധരങ്ങളെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയും, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ, മഹത്വം തന്നെ. അപ്പോൾ നമ്മുടെ അധരം അശുദ്ധി മാറിയിട്ട് അധരങ്ങൾ എങ്ങനെയുള്ളതായി മാറി? വിശുദ്ധിയുള്ളതായി മാറി. ഇനിയുള്ളത് നമ്മുടെ മൂക്കാണ്. മൂക്കിലൂടെ ദൈവം നൽകിയത് ഏത് ശ്വാസമാണ്? ജീവശ്വാസം എന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഒരു ആവിയാണെന്ന് പറയും. ആവിയാണ്, പരിശുദ്ധ ആവി എന്നാണ് തമിഴിൽ പറയുന്നത് പരിശുദ്ധ ആവി എന്നാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് പരിശുദ്ധാത്മാവാകുന്ന ജീവശ്വാസമാണ്. ഈ പരിശുദ്ധാത്മാവാകുന്ന ജീവശ്വാസം നമ്മുടെ ഉള്ളിൽ ഈ മൂക്കിലൂടെ ഇങ്ങനെ നിറയും. അതിനുവേണ്ടി നമ്മുടെ മൂക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. നമ്മൾ ശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ആകണം. നമ്മൾ നിൽക്കുന്ന ഈ കോണ്ടെക്സ്റ്റിലെല്ലാം ദൈവസാന്നിധ്യം ഒരു അൺസീൻ എൻറ്റിറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കും. കാണാൻ പറ്റില്ല, പക്ഷേ അത് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ കേൾക്കുന്ന വചനത്തിലൂടെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കണ്ണുകൊണ്ട് ചിലർ പറയാറുണ്ട്, ഞങ്ങൾ പല വിഷൻസും കണ്ടു. എങ്ങനെയാണത്? നമ്മൾ കാണാത്തവർ പറയും അതില്ല എന്ന്. എന്നാൽ ചിലർ പറയും ഞങ്ങൾ കണ്ടു. എങ്ങനെയാണ്? ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ അത് കാണാൻ പറ്റി. അതുപോലെ അധരങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നമ്മളിങ്ങനെ പുറത്തു വരികയാണ്. അതുപോലെ നമ്മുടെ ഉള്ളിൽ മൂക്കിലൂടെ ജീവശ്വാസമാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണ്. ഏറ്റവും ഒടുവിൽ ശരീരം, ദ ഹോൾ ഫ്ലഷ് ഓഫ് അവർ ബോഡി, നമ്മുടെ ശരീരം കൊണ്ട് ഒരു പാപവും ചെയ്യാതെ വരുമ്പോൾ, ശരീരത്തെ ഈ ലോകത്തിന് വിട്ടുകൊടുക്കാതെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ശരീരവും വിശുദ്ധിയുള്ളതായി മാറി. ഞാൻ പറഞ്ഞു വന്നതിന് തുടക്കം മനസ്സിലായോ? ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിയുള്ളവരായി ആത്മീക വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആത്മീക വിശുദ്ധിയിൽ നയിക്കപ്പെടുന്നതിന് കുറേ തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളൊക്കെ മാറ്റിത്തരാൻ ആർക്ക് കഴിയും? പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതാണ് നമ്മളിവിടെ വായിച്ചത്. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ഞാനീ പറഞ്ഞ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിശുദ്ധിയിൽ വളരുന്നതിന് മാനുഷികമായിട്ട് നമുക്ക് തടസ്സങ്ങളുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് കഴിയില്ല. പക്ഷെ നമ്മൾ ആരുടെ സഹായം ചോദിച്ചാൽ നടക്കും? പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നല്ലൊരു സഹായകനായതുകൊണ്ട് അങ്ങനെ ദൈവത്തോട് ചേർന്ന് വരാൻ നമ്മളെ സഹായിക്കും. അങ്ങനെ വിശുദ്ധിയിൽ വന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ ഒരു നേട്ടമുണ്ട്. എന്താണെന്നറിയാമോ? ആ ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാണെന്ന് നമ്മൾ പാടും. ആ ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനായതുകൊണ്ട് ജീവിത വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങളും നന്മകൾക്കും ഒന്നും കാലതാമസം വയ്ക്കുകയില്ല. ദൈവം
അതിവേഗത്തിൽ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. ഇനി നമ്മൾ വീണ്ടും 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാം വചനത്തിലേക്ക് വരുന്നു. നമ്മൾ വായിച്ചു, ദൈവം നിങ്ങളെ ആദ്യം മുതൽ എന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് വിളിച്ചത്. രണ്ടാമത് വിളിച്ചതിൻ്റെ റീസൺ എന്താണ്? സത്യത്തിൻ്റെ വിശ്വാസത്തിൽ രക്ഷയ്ക്കായി നിങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് വിളിച്ചത്. സത്യത്തിൻ്റെ വിശ്വാസത്തിൽ. എന്താണ് സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ? 2 വിശ്വാസങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറയും അന്ധവിശ്വാസം, അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് പറയും. ചിലർക്ക് ചില കാര്യങ്ങളോട് അന്ധമായ വിശ്വാസമാണ്. അത് ശരിയാകണമെന്നില്ല, എന്നാലും ചില കാര്യങ്ങൾ ചില ആൾക്കാർ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ മാറ്റിയെടുക്കാനായിട്ട് കഴിയില്ല. അതിന് പറയുന്ന പേരാണ് ബ്ലൈൻഡ് ഫെയ്ത്ത്. എന്നാൽ മറുവശത്ത് സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തെ വിശ്വസിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ വിഷയം പ്രകാരം ദൈവാത്മാവിനാൽ ദൈവം നൽകിയ സത്യത്താൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആത്മാവിലും സത്യത്തിലും. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു. ദൈവത്തിൻ്റെ വചനത്വമാകുന്ന വിശ്വാസത്തിൻ്റെ സത്യത്തിൽ വളരാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു. എങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? താഴോട്ട് വായിച്ചാൽ അറിയാം. അതുകൊണ്ട് നിങ്ങളെ ദൈവം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് കൊണ്ട്, ഏതിനൊക്കെ വേണ്ടി? വിശുദ്ധിക്ക് വേണ്ടിയും സത്യവിശ്വാസത്തിൽ വളരാൻ വേണ്ടിയും ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ ദൈവത്തെ എപ്പോഴും സ്തുതിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അർത്ഥം മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? 2 കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി നിർബന്ധിതരാണ്. നമുക്കത് വിട്ട് ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഈ വിളി നമുക്കില്ല എങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ വഴിയിലൂടെ പോകാൻ പറ്റും. എന്നാൽ ദൈവം വിളിച്ചത് ഈ 2 കാര്യങ്ങൾക്കാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് അകന്നു പോകാനായിട്ട് കഴിയുകയില്ല. ഈ കാര്യം നമ്മൾ ചെയ്താൽ, ദൈവത്തെ സ്തുതിച്ചാൽ, സ്തുതിക്ക് മറ്റൊരു അർത്ഥം എന്താണ്? ആരാധന എന്നാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെ ദൈവത്തെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ 14-ാം വാക്യത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് കിട്ടും. പറയുന്നു, അവൻ്റെ മഹത്വം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. നമ്മൾ വായിക്കുന്നു, അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് നമ്മൾ ഓർക്കണം. നമ്മൾ ഈ സുവിശേഷം കേട്ടാണ് നമ്മൾ ഈ രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഈ പ്രമാണങ്ങളെ കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. എന്താണ് വാക്കിനാൽ എന്ന് പറഞ്ഞാൽ? വാക്കിനാൽ എന്ന് പറഞ്ഞാൽ ദൈവവചനം. നമ്മൾ ആരെങ്കിലും പറയുന്ന ദൈവത്തിൻ്റെ വചനം വാക്കുകൾ കൊണ്ട് കേൾക്കുന്നതിനാലോ. 2 അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾ എഴുതി വെച്ച ലേഖനങ്ങൾ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ദൈവത്തിൻ്റെ എഴുതപ്പെട്ട ലിഖിതങ്ങൾ, ഇത് നിങ്ങൾ വായിച്ച് അതിലൂടെ വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് വളരും. ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു, ഓർമ്മയുണ്ടാകണം. ഒന്നാമത് പറഞ്ഞ കാര്യം, ദൈവം നമ്മളെ വിളിച്ചത് ഏതിനു വേണ്ടിയാണ്? വിശുദ്ധിക്ക് വേണ്ടിയാണ്. എപ്പോൾ മുതലാണ് വിളിച്ചത്? ആദ്യം മുതൽ. ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ 2 അർത്ഥം. ലോകമുണ്ടായതിന് ആ സമയവും, 2 നമ്മളുണ്ടായ സമയവും. നമ്മളെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാണ്. ആ വിശുദ്ധിക്ക് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എങ്ങനെ സഹായിക്കും? നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ദൈവത്തിന് പ്രസാദകരമായ യാഗമായി സമർപ്പിച്ച് ആരാധിച്ചാൽ ഈ പറഞ്ഞ ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അതുണ്ടായിക്കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കിയതുകൊണ്ട് സത്യവിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. പിന്നിലേക്ക് പോകാൻ നമുക്ക് അനുവാദമില്ല. ആ സത്യവിശ്വാസത്തിൽ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കേൾക്കുന്ന വചനം. 2, രേഖപ്പെടുത്തി വച്ചിട്ടുള്ള സത്യവചനം. ഇതിൽ 2ലും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളെ ഒരു കാലത്തും ആർക്കും തെറ്റിക്കാനായി സാധിക്കില്ല. ഇത്രയും മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായി മുന്നോട്ട് പോയാൽ നമ്മളെ ഒരു കാലത്തും ഒരു വ്യക്തിക്കും തെറ്റിക്കാനായി സാധിക്കുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി നമ്മുടെ ഉള്ളങ്ങളിൽ നമ്മൾ ശേഖരിച്ചും ചേർത്തും വയ്ക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആരാധനയ്ക്ക് ലഭിക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലാണ്. റോമർ 8-ാം അധ്യായം അതിൻ്റെ
6-ാമത്തെ വചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. പരിശുദ്ധാത്മാവിനറിയാം നമ്മൾ ബലഹീനരാണ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ബലഹീനരാകുന്നത്? ആരാധിക്കുന്നതിൽ നമ്മൾ ബലഹീനരാണ്, പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ ബലഹീനരാണ്, കൂട്ടായ്മ ആചരിക്കുന്നതിൽ നമ്മൾ ബലഹീനരാണ്. ഈ 3 മേഖലകളിൽ നമ്മൾ ബലഹീനരാണ്. ഈ ബലഹീനതകൾക്ക് കാരണം നമ്മുടെ ജഡമാണ്, നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം ദുർബലമാകുമ്പോൾ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളിലും നമ്മൾ പിന്നിലേക്ക് പോകും. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അറിയാം. അതുകൊണ്ട് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്കറിയില്ല. നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ തടസ്സങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും വരും. അങ്ങനെ ഒരു ലൈഫ് സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആരാണ് നമ്മുടെ സഹായകൻ? നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആരാധിക്കാൻ പറ്റാത്ത ചില സമയം വരും, പ്രാർത്ഥിക്കാനിരുന്നാൽ പ്രാർത്ഥന വരാത്ത ചില സാഹചര്യങ്ങൾ വരും. അങ്ങനെ നമ്മൾ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ വന്നാലും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്ത് അല്ലെങ്കിൽ മധ്യസ്ഥത ചെയ്ത് നമ്മളെ വീണ്ടും വിശുദ്ധിയിലേക്ക് കരം പിടിച്ച് കൊണ്ടുവരും. പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ തകർന്നു പോയാലും നമ്മൾ വീണ്ടും എക്യുപ്പ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരും. 1 കൊരിന്ത്യർ 14:15 നമ്മൾ വായിക്കുന്നു, അങ്ങനെ ഈ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് പാടാൻ പറ്റും, ദൈവാത്മാവിനാൽ നമുക്ക് സ്തോത്രം പറയാൻ പറ്റും. യോഹന്നാൻ 17:17 പറയുന്നു, ദൈവത്തിൻ്റെ വചനം സത്യമാണ്, ആ സത്യവചനം നമുക്ക് അനുസരിക്കാൻ കഴിയും. 1 തിമോത്തിയോസ് 2:4 നമ്മൾ വായിക്കുന്നു, എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമായി നമുക്ക് മാറാനായി സാധിക്കും. എന്നാൽ ദൈവത്തെ ആരാധിക്കാനായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. വീണു പോകാനുള്ള സാധ്യതയെക്കുറിച്ച് കൂടി നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. നമ്മൾ എത്ര കരുത്തരാണെന്ന് പറഞ്ഞാലും, നമ്മൾ എത്ര മിടുക്കരാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ ഡൗൺ ആയിപ്പോവും. ചിലർ പറയും പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് പറ്റുന്നില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥന വരുന്നില്ല, സമയം കിട്ടുന്നില്ല. പല പ്രതികൂലങ്ങൾ ഇങ്ങനെ വരും. എന്തുകൊണ്ടാണ് ഈ പ്രതികൂലങ്ങൾ വരുന്നതെന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ താഴേക്ക് വീഴുന്നതെന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും. നമ്മൾ ഇന്ന് പാഠഭാഗമായി വായിച്ച യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം, അവിടെ ഒരു രാജാവിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ആ രാജാവിൻ്റെ പേരാണ് എന്താണ്? ഉസ്സിയാവ്. ഉസ്സിയ രാജാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഒരു വാചകം പറയും, ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആരാധന അവിടെ തുടങ്ങുന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലും 1-2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരായിരുന്നു ഈ ഉസ്സിയാവ് എന്നതിനെക്കുറിച്ചാണ്. ഉസ്സിയാവ് ആരാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2 ഭാഗങ്ങൾ പഠിക്കണം. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോകുക. 1-2 രാജാക്കന്മാർ 15-ാം അധ്യായം 1 മുതൽ 7 വരെ ഉസ്സിയാവിനെ കുറിച്ച് പറയുന്നത് അസര്യാവ് എന്ന പേരിലാണ്. അസര്യാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരെന്ന് തന്നെയാണ്? ഉസ്സിയാവ് എന്ന് തന്നെയാണ്. അപ്പോൾ ഉസ്സിയാവിൻ്റെ മറ്റൊരു പേരാണ് അസര്യാവ്. രണ്ടാമത് 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ ഉസ്സിയ രാജാവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 52 വർഷം ഇദ്ദേഹം രാജാവായിരുന്നു. 52 വർഷം രാജാവായിരുന്നു. രാജകീയ കാലഘട്ടത്തിൻ്റെ ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ പേരിന് മാത്രമേ രാജാവായിരിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കസേര ഉണ്ടായിരുന്നു, പക്ഷേ ഭരിക്കാനായിട്ട് കഴിഞ്ഞില്ല. യോഥാം എന്ന അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഭരിച്ചത്. 52 വർഷമാണ് അദ്ദേഹം രാജകീയ സ്ഥാനത്ത് ഇരുന്നത്. ഇത്രയുമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായി ഓർക്കേണ്ടുന്ന കാര്യം. എല്ലാവരും 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിലേക്ക് വരിക. അവിടെ നല്ല രീതിയിൽ ദൈവാരാധനയെ പ്രോത്സാഹിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ഉസ്സിയാവ്. ആദ്യ കാലഘട്ടത്ത് എല്ലായിടങ്ങളിലും അവൻ ആരാധനകൾക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ആ ദേശത്ത് ഒരുക്കി. എല്ലാ രീതിയിലും ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ഉസ്സിയ രാജാവ് താല്പര്യം കാണിച്ചപ്പോൾ ദൈവം അവനെ അതിബലമായി അനുഗ്രഹിക്കുകയും ചെയ്തു. 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അങ്ങനെ അവൻ മിലിട്ടറിക്ക് വേണ്ടിയുള്ള, സൈന്യത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അതിശക്തമായ ഒരു സൈന്യം
അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തുണ്ടായി. സൈന്യം ഉണ്ടാക്കുക മാത്രമല്ല, സൈന്യത്തിനാവശ്യമായ യുദ്ധസാമഗ്രികൾ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ശേഖരിക്കുകയും ചെയ്തു. വെപ്പൺസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ മിലിറ്ററി പവറിന് വേണ്ടി പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കൂട്ടി. നമ്മൾ വായിക്കുന്നു, അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവൻ്റെ ശ്രുതി ബഹുദൂരം പരന്നു. അതിനൊരേ റീസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ ദൈവത്തെ ആരാധിച്ചു എന്നതാണ്. 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തൊക്കെയും ദൈവം അവന് അഭിവൃദ്ധി നൽകി. അപ്പോൾ അവൻ ആരെ നോക്കിയാണ് മുന്നോട്ട് പോയത്? ദൈവത്തെ നോക്കി, ദൈവത്തെ ആരാധിച്ച്, ദൈവിക ആരാധനകളിൽ താല്പര്യം കാണിച്ച് വിശുദ്ധിയോടെ മുന്നോട്ട് പോയ ഒരു രാജാവായിരുന്നു ഉസിയ രാജാവ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആ ദേശം പ്രബലമായി, ആ ദേശം മാനിക്കപ്പെട്ടു. രാജാവിനെക്കുറിച്ചുള്ള ശ്രുതി ചുറ്റുപാടുമുള്ള ദേശങ്ങളിലെല്ലാം ഉയർന്നു വന്നു. രാജാവ് ദൈവത്തെ ആരാധിച്ചു എന്ന ഏക കാരണം കൊണ്ട് രാജാവിനെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത്. നമ്മൾ വായിക്കുന്നത് 2 ദിനവൃത്താന്തം 26-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നാശത്തിനായി നിഗളിച്ചു. വളർന്നത് ഏതിലൂടെയായിരുന്നു? ആരാധനയിലൂടെയാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് വളർന്നു വന്നു. എന്നാൽ വളർന്നു വന്നപ്പോൾ ഹൃദയത്തിൽ നിഗളമുണ്ടായി. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോടുള്ള ബന്ധത്തിൽ വളർന്ന് വളർന്ന് വളർന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനായി സാധ്യതയുള്ളതും പിശാച് കൊണ്ടിടുന്നതുമായ ഒരു ഭാവമാണ് നിഗളം, അല്ലെങ്കിൽ അഹങ്കാരം, അല്ലെങ്കിൽ പ്രൈഡ്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, കയറിയതുപോലെ ഇറങ്ങിത്തുടങ്ങുന്നതിന് സമയമായി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സഹായമുണ്ടായിരുന്ന മനുഷ്യൻ, ദൈവ ആരാധനകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്ന മനുഷ്യൻ, എന്നാൽ ഹൃദയത്തിൽ നിഗളം വന്നു. അന്ന് മുതൽ അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരികയാണ്. നമ്മളെല്ലാവരും വളരെ ഗൗരവമായി ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കാനായി ദൈവസന്നിധിയിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവം വീണ്ടും സമൃദ്ധിയായി അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഹൃദയത്തിനുള്ളിൽ ഒരിക്കലും നിഗളമെന്ന ഭാവം, അഹങ്കാരമെന്ന ചിന്ത ഒരു സമയത്തും വരാനായി പാടില്ല. എവിടെയെങ്കിലും അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിക്കണം. നമ്മൾ വായിക്കുന്നു, അവൻ ചെയ്തത്, അവൻ തൻ്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ ചെന്നു. അതിൻ്റെ അർത്ഥം, ഒന്നാമത് അവൻ സത്യത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ചിരുന്നൊരു മനുഷ്യനാണ്. സത്യ ആരാധനയിൽ നിലനിന്നപ്പോൾ ദൈവം അവനെ ഉയർത്തി. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ ഉയർച്ചയും അനുഗ്രഹങ്ങളും ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ അവൻ ഹൃദയത്തിൽ നിഗളമുണ്ടായി. നിഗളികളോട് ദൈവം അകന്നു നിൽക്കുന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിഗളികളോട് ദൈവം അകന്നു നിൽക്കുന്നു. നിഗളം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം നമ്മളെ വിട്ട് അകന്നു പോകും. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മോട് പറയുന്നത്, മനുഷ്യ, നന്ന് അല്ലെങ്കിൽ നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനല്ലാതെ എന്താണ് ദൈവം നിന്നോട് ചോദിക്കുന്നത്? ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് നിഗളമല്ല, പകരം എന്താകണം? താഴ്മയാകണം. ദൈവസന്നിധിയിൽ താഴ്മയോടെ വന്ന് ആരാധിക്കാനായി മീഖ നമ്മളെ ഓർമ്മിപ്പിക്കും. താഴ്മയോടെ വന്ന് ആരാധിക്കുമ്പോൾ ദൈവം നമ്മളെ വീണ്ടും ഉയർത്തും. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ നിഗളത്തോടുകൂടെ വരുമ്പോൾ നമ്മളെ ദൈവത്തെ അനുഗ്രഹം നൽകുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർക്കണം. സഭാപ്രസംഗി നമ്മളോട് പറയും, ദൈവത്തിൻ്റെ ആലയത്തിൽ നിങ്ങൾ കാല് വയ്ക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അത്രയും താഴ്മയോടെ, ദൈവം സ്വർഗസ്ഥനാണെന്നുള്ള വിശ്വാസത്തോടുകൂടെ, വിനയത്തോടുകൂടെ വേണം ദൈവസന്നിധിയിൽ നമ്മൾ വന്ന് ദൈവത്തെ ആരാധിക്കാൻ. നിഗളിച്ചു. അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് വന്നപ്പോൾ രാജാവ് രാജകീയ കാര്യങ്ങൾ ചെയ്യാനിരുന്ന സ്ഥാനത്ത് അദ്ദേഹം ദൈവാലയ ശുശ്രൂഷകളിലേക്ക്, അദ്ദേഹം ദൈവം ആഗ്രഹിക്കാത്ത തലങ്ങളിലേക്ക്, ദൈവാലയ ശുശ്രൂഷകളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്
ആ രാജാവ് എത്തുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിഗളം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് ദൈവാലയത്തിൽ എങ്ങനെ പെരുമാറണമെന്നും ദൈവാലയ ശുശ്രൂഷകളിൽ എങ്ങനെ ഇടപെടണമെന്നുമുള്ള യഥാർത്ഥമായ ബോധം നഷ്ടപ്പെട്ടു പോകും. ഈ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ദൈവസാന്നിധ്യം ഉള്ളപ്പോൾ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിഗളമില്ല, നമ്മൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ വരും. എന്നാൽ രാജാവിൻ്റെ ഉള്ളിൽ നിഗളം വന്നപ്പോൾ, രാജാവിൻ്റെ ഹൃദയത്തിൽ നിഗളം നിറഞ്ഞു നിന്നപ്പോൾ ദൈവാലയത്തിൽ എനിക്ക് എന്തും പറയാം ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വന്നു. അദ്ദേഹം ചെയ്തത്, അദ്ദേഹം പോയി ബലി അർപ്പിക്കാനായി ശ്രമിച്ചു. ബലി അർപ്പിക്കുക എന്നുള്ളത് ലേവിയ പുരോഹിതന്മാർക്ക് മാത്രം ദൈവം അനുവദിച്ച് നൽകിയിട്ടുള്ള ഒരു ദൈവിക കൃപയായിരുന്നു. ഇത് മനസ്സിലാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അസരിയ പുരോഹിതനും രണ്ടാമത് ധൈര്യശാലികളായ 80 പുരോഹിതന്മാർ, ഇങ്ങനെ 81 പുരോഹിതന്മാർ അസരിയാവെന്ന പുരോഹിതൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്ന് രാജാവിനോട് പറഞ്ഞു, നീ രാജാവാണ്, ശരിയാണ്, പക്ഷേ ഈ കാര്യം ചെയ്യുവാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല എന്ന് അവനോട് കൃത്യമായിട്ട് പറയുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെ ദൈവിക കാര്യങ്ങളിൽ നിഗളത്തോടുകൂടെ ഇടപെടാനായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ ഒരിക്കലും ശ്രമിക്കരുത്. പലരിലും വീഴ്ചകൾ വരുന്നത് ലോക കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെ ദൈവിക ആരാധനാ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാനായി ശ്രമിക്കും. പുരോഹിതൻ ഓർമ്മിപ്പിച്ചു, വാർണിംഗ് കൊടുത്തു. പലപ്പോഴും ദൈവം അങ്ങനെയാണ്, ജീവിതത്തിൽ ചില തെറ്റുകൾ വരുമ്പോൾ വാർണിംഗ് കൊടുക്കും, നേരെ അങ്ങ് ശിക്ഷിക്കുകയില്ല. മാറാനായി, ശരിയായി വരാനായി, റിപ്പൻറ്റ് ചെയ്യാനായി, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരാനായി ഓരോ വാർണിങ്സ് കൊടുക്കും. പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, പുരോഹിതന്മാർ ഒരു കൂട്ടമായി വന്ന് പറഞ്ഞു, ഉസ്സിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യ പുരോഹിതന്മാർക്ക് മാത്രമേ ദൈവം അനുവാദം നൽകിയിട്ടുള്ളൂ. നീ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക എന്ന് അവനോട് വാൺ ചെയ്യുകയാണ്. നിനക്ക് പറ്റിയ പണിയല്ല ഇത്, ദൈവം അവനവനെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി എന്ന് വളരെ ലളിതമായിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്. എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? ദൈവത്തെ ആരാധിച്ച് എല്ലാ അനുഗ്രഹങ്ങളുടെയും പരമോന്നതിയിൽ നിന്ന് ഒരു മനുഷ്യൻ നിഗളം ഉള്ളിൽ വന്നപ്പോൾ, എനിക്ക് ദൈവിക കാര്യത്തിൽ എന്തും പറയാം, എന്തും ചെയ്യാം, എൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം എന്ന് ചിന്തിച്ച സ്ഥലത്ത് പുരോഹിതന്മാർ ശക്തമായി അദ്ദേഹത്തോട് പറയുകയാണ്, നീ ഇത് ചെയ്യുവാൻ ദൈവം നിനക്ക് അനുവാദം നൽകിയിട്ടില്ല. വിശുദ്ധ മന്ദിരത്തിൽ ദൈവസാന്നിധ്യം നിൽക്കുന്ന സ്ഥലത്ത് നിനക്കിത് ചെയ്യാൻ പെർമിഷൻ ഇല്ല, നീ പൊയ്ക്കൊള്ളുക എന്ന് അവനോട് പറഞ്ഞു. എന്നാൽ അവൻ പോയില്ല. അത് നിൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പേ ആകെ നിനക്ക് മൗനമായിരിക്കുകയില്ല, ദൈവം അതിന് തക്ക രീതിയിൽ നിനക്ക് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞു. 2 കാര്യം പറഞ്ഞിട്ടും അവൻ പോയില്ല. നമ്മൾ ഓർക്കണം, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടുള്ള ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ വളർന്നു വരുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് വീഴ്ച വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ നേരിട്ട് ചിലപ്പോൾ പറഞ്ഞു തരും, മകനെ മകളെ നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വേഗം കറക്റ്റ് ചെയ്തുകൊള്ളുക, യു റിപ്പന്റ് ആൻഡ് കം ബാക്ക്. വേഗം പറയും, നീ പശ്ചാത്തപിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് വേഗം വരിക, ദൈവം നിന്നോട് ക്ഷമിക്കും. അല്ലെങ്കിൽ ആരിലും കൂടെയെങ്കിലും പറഞ്ഞു തരും, തെറ്റുപറ്റി വേഗം കറക്റ്റ് ചെയ്യുക. പക്ഷേ ഉള്ളിൽ ഫറവോൻ്റെ കഠിന ഹൃദയമാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയം നിഗളിച്ച് കഠിനമാക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും വചനത്തിലൂടെ നേരിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ അതിന് നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള ബോധ്യം നഷ്ടപ്പെടും. അങ്ങനെ 2 പ്രാവശ്യം അരുളപ്പാട് കൊടുത്തിട്ടും അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അതിൻ്റെ മറുപടിയായിട്ട് സംഭവിച്ചത്, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസ്സിയാവ് കോപിച്ചു. നിൽക്കുന്നത് എവിടെയാണ്? ദൈവ സാന്നിധ്യമുള്ള ഇടത്താണ്. അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുകൊണ്ടാണ് പുരോഹിതന്മാർ ഓരോ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവർ വിശുദ്ധീകരിച്ച് ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവമാണ് നേരിട്ട് അവരിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ വന്നു നിന്നത് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തു വന്നു? കോപം വന്നു. മനസ്സിലായോ? അപ്പോൾ നിഗളം നമ്മളെ ഏതിലോട്ട് കൊണ്ടെത്തിക്കും? കോപത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴും വരുമ്പോഴും ആരാധിക്കാനായിട്ട് വരുമ്പോഴും എങ്ങനെ ആയിരിക്കണമെന്ന് സോളമൻ രാജാവ് നമ്മളോട് പറഞ്ഞു തരും സഭാപ്രസംഗിയിലൂടെ. ദൈവസന്നിധിയിൽ നീ ആരാധിക്കാൻ വരുമ്പോൾ
നീ നിൻ്റെ അധരം കൊണ്ട് ഒരു വാക്കുപോലും ദൈവത്തിന് എതിരായിട്ട് സംസാരിക്കാനായി ശ്രമിക്കരുത്. എന്നാൽ അവൻ്റെ അധരത്തിൽ കോപം വന്നു. കോപം വന്നപ്പോൾ പുരോഹിതന്മാരോട് അവൻ കോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ അരികിൽ വെച്ച് അവനെ കുഷ്ഠം ബാധിച്ചു. അന്നത്തെ കാലഘട്ടത്ത് ഒരു മനുഷ്യന് കുഷ്ഠം ബാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അതികഠിനമായ കോപം ആ മനുഷ്യൻ്റെ മേൽ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ നെക്സ്റ്റ് ഘട്ടമെന്ന് പറഞ്ഞാൽ മഹാപുരോഹിതനായ അസരിയാവും പുരോഹിതന്മാരും ചേർന്ന് അവനെ അവിടെ നിന്ന് പുറത്താക്കി. കാരണം ഒരു കുഷ്ഠരോഗിക്ക് ഒരിക്കലും ദൈവാലയത്തിൽ വരാനായി പെർമിഷൻ ഇല്ല. മനസ്സിലായോ? നേരത്തെ അവൻ രാജാവാണ്, എനിക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞാണ് കയറി വന്നത്. അന്ന് അവനെ ഇറക്കി വിടാനും മാറ്റി നിർത്താനും പുരോഹിതന്മാർക്ക് കഴിയില്ല. കാരണം ഹീ ഈസ് മോസ്റ്റ് പവർഫുൾ. അവൻ പവർഫുള്ളാണ്. പൊളിറ്റിക്കലി ഹീ ഈസ് വെരി മച്ച് പവർഫുൾ. അവനെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ അന്നത്തെ നിയമം അനുസരിച്ച് കുഷ്ഠരോഗിയായി കഴിഞ്ഞാൽ ഇനി രാജാവല്ല ആരായാലും പാളയത്തിന് പുറത്താക്കപ്പെട്ടു. നമ്മൾ ഓർക്കണം, നമുക്ക് എത്ര പവർ ഉണ്ടെങ്കിലും എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് അകർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കുഷ്ഠം ബാധിച്ചതുപോലെയാണ്. നമ്മൾ പാളയത്തിന് പുറത്താണ്. അങ്ങനെ പുറത്താക്കപ്പെട്ടു. ഇനിയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നതിനാൽ അവനെ കൊണ്ടുപോയി പ്രത്യേക സ്ഥലത്ത് താമസിപ്പിച്ചു. പിന്നീട് അവൻ ആലയത്തിൽ വരാനായി കഴിഞ്ഞിട്ടില്ല, ദൈവത്തെ ആരാധിക്കാനായി കഴിഞ്ഞിട്ടില്ല, രാജകീയ കസേരയിൽ അവന് പോയിരിക്കാനായി സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒടുവിൽ എത്തിയത്. അപ്പോൾ ഈ സമയത്ത് രാജാവ് ഉണ്ട്. പക്ഷേ രാജാവിൻ്റെ കസേരയിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. രാജാവ് എവിടെയാണ്? പാളയത്തിന് പുറത്താണ്. ഇനി കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. രാജാവ് പാളയത്തിന് പുറത്താണ്. രാജാവിൻ്റെ കസേരയിൽ രാജാവില്ല, പുതിയ ആളിനെ വച്ചിട്ടില്ല. മനസ്സിലായോ? 52 വർഷം അങ്ങനെയാണ്. ഇതിൽ ഏകദേശം 20ഓളം വർഷമാണ് ഈ മനുഷ്യൻ കുഷ്ഠരോഗിയായിരിക്കുന്നത്. അത്രയും കാലം കസേര ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ദൈവ ആരാധനകളെല്ലാം ഈ രാജാവ് ഈ തെറ്റ് ചെയ്തതോടുകൂടി രാജ്യത്ത് നഷ്ടങ്ങളുണ്ടായി, രാജ്യത്ത് ശാപങ്ങളുണ്ടായി, എല്ലാം തകർന്നു. കസേരയിൽ രാജാവില്ല. അപ്പോൾ രാജാവ് മരിച്ചു. ആ വെരി മൊമെൻറ്റിൽ ദൈവം പറയുകയാണ്, ആ കസേരയിൽ ഇപ്പോൾ ആരിയ്ക്കുകയാണ്? ദൈവം വന്നിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. രാജാവ് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ഒരു കുടുംബവും ആ രാജ്യവും തകർക്കപ്പെട്ടു. എന്നാൽ ആ രാജാവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ആ കസേരയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ദൈവ സാന്നിധ്യം നിറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് ഈ പ്രവാചകൻ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. അദ്ദേഹം പറയണം, എനിക്ക് അങ്ങയുടെ സന്നിധി നിൽപ്പാൻ യോഗ്യതയില്ല. എന്നാൽ ഉസിയ രാജാവ് എന്താണ് പറഞ്ഞത്? യോഗ്യത ഉണ്ടെന്ന് സ്വയം അവകാശപ്പെട്ടു. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുന്നു, യെശയ്യാവ് പറയുന്നു, എനിക്ക് യോഗ്യത ഇല്ല. അപ്പോൾ പറയുകയാണ്, നിനക്ക് യോഗ്യത ഇല്ല എങ്കിൽ ഞാൻ നിന്നെ ദൈവസന്നിധി നിൽക്കാൻ യോഗ്യതയുള്ളവനാക്കി മാറ്റും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ യോഗ്യത വെച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പോയി നിൽക്കാൻ കഴിയില്ല. എന്നാൽ യോഗ്യതയില്ല എന്ന് നമ്മൾ എവിടെ സമ്മതിക്കുന്നോ അവിടെ ദൈവം നമ്മളെ യോഗ്യരാക്കി ദൈവത്തെ ആരാധിക്കാനായി പ്രാപ്തമാക്കും. അങ്ങനെ ആ രാജ്യം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ യോഥാമിൻ്റെ കാലഘട്ടത്ത് ദൈവ ആരാധനയിലേക്ക് മടങ്ങി വരികയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം, നന്മകൾ തലമുറയോളം നിൽക്കും. ഈ ആരാധനയിലൂടെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് ദൈവത്തോട് മറുതലിച്ച് നിഗളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ദൈവസാന്നിധ്യം വിട്ട് അകന്നു പോകും. പിന്നീട് കാലങ്ങളെടുക്കും ആ ദൈവ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിനുള്ളിലും രാജ്യത്തിനുള്ളിലേക്കുമൊക്കെ മടങ്ങി വരാനായിട്ട്. അതുകൊണ്ട് ഓർക്കണം, നമ്മൾ ഭൂമിയിലാണ് താഴ്മയോടെ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുക. ഉസിയാവ് രാജാവിന് പറ്റിയതുപോലത്തെ അബദ്ധം ദൈവസന്നിധിയിൽ നമുക്ക് പറ്റാതിരിക്കട്ടെ. ദൈവം നമ്മളെ ആരാധനയിലൂടെ അനുഗ്രഹിക്കാൻ വിളിച്ചിരിക്കുമ്പോൾ താഴ്മയോടെ വന്ന് അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് സമൃദ്ധമായി മുന്നോട്ട് പോകുക.